ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഹോണറിന്റെ ഒരു ഫോണിനെ കുറിച്ചാണ്. ഹോണറിന്റെ ഒരുപാട് ഫോണുകൾ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹോണറിന്റെ 5G ഫോണിനെ കുറിച്ചാണ്. ഇതൊരു മിഡ് റേഞ്ചിൽ വരുന്ന ഫോണും കൂടാണ്. ഹോണർ X8 5G എന്ന ഈ ഒരു മോഡലിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. അപ്പോൾ ഹോണർ X8 എന്നൊരു മോഡൽ നമ്മൾ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു സീരീസിൽ തന്നെ ഹോണർ X8 5G എന്നൊരു ഫോണാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടി നമുക്ക് നോക്കാം, ഹോണർ X8 എടുക്കുന്നതാണോ നല്ലത്, ഹോണർ X8 5G എടുക്കുന്നതാണോ നല്ലത് എന്നൊക്കെ നോക്കാം. രണ്ടിനും ഒരേ പ്രൈസാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഹോണർ X8 എടുക്കുകയാണെങ്കിലും ഹോണർ X8 5G എടുക്കുകയാണെങ്കിലും ഒരേ പ്രൈസിലാണ് വരുന്നത്. UAE വരുന്നത് 899 dirhams ആണ്. അതുപോലെ ഇന്ത്യയിൽ ഏകദേശം ഒരു 18,000 രൂപക്കാണ് വരിക. ഇന്ത്യയിൽ നിലവിൽ ഈ പറഞ്ഞിട്ടുള്ള ഹോണർ ഫോണുകളൊന്നും വന്നിട്ടില്ല, വരും എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോൺ പുറത്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഫോൺ നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ ചെറിയൊരു ബോക്സ് കാണാം. ഇതിനകത്തായിട്ട് സിം എജക്റ്റിംഗ് ടൂള്, യൂസർ മാനുവൽ, ഒരു TPU കേസ്, പിന്നെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ, Type-C ചാർജിങ് കേബിൾ. അപ്പോൾ ഇത്രയാണ് ബോക്സിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഹോണർ X8 5G എന്ന മോഡല്. എൻ്റെ കയ്യിൽ വരുന്ന ഈ ഒരു വേരിയന്റ് 6GB റാമും 128GB ഇന്റർണൽ സ്റ്റോറേജും ഉള്ള ടൈറ്റാനിയം സിൽവർ എന്നൊരു കളറാണ്. ഇത് കൂടാതെ ഒരു കളറിലും കൂടെ ഒരു ഫോൺ വരുന്നുണ്ട്, ഓസിയൻ ബ്ലൂ എന്ന് പറയുന്ന കളറിൽ. ഇപ്പൊ ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ. ഇതിന്റെ മുകളിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നത്. പിന്നെ വോളിയോ ഫോക്കസ് ആണ് ഉള്ളത്. മുകളിലായിട്ട് ഒരു സെക്കൻഡറി നോയിസ് കാൻസലേഷൻ മൈക്കും, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ വരുന്നത്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരേ സമയത്ത് 2 സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ താഴെ ഭാഗത്തായിട്ട് 3.5mm ഹെഡ്ഫോൺ ജാക്ക്, ഒരു മെയിൻ മൈക്ക്, Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, ഇത്രയാണുള്ളത്. ഇനി ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് കിട്ടുന്നത്. ഒരു നോർമൽ ഡിസൈൻ. ഇതേ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോണർ X8ലും വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 3 ക്യാമറയും ഒരു ഫ്ലാഷും ആണ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു ക്യാമറ മൊഡ്യൂളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ സൈഡിൽ വേറൊരു സിൽവർ കളർ ആയിട്ടാണ് വരുന്നത്. ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. 6.5 ഇഞ്ചിന്റെ HD+ TFT 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ വരുന്നത്. അപ്പോൾ ഈ 90 ഹെർട്സ് എന്നുള്ളത് നമുക്ക് ഡൈനാമിക്കിൽ 90 ഹെർട്സ്, അതുപോലെ തന്നെ ഹൈയിൽ 60 ഹെർട്സ്, സ്റ്റാൻഡേർഡിൽ 60 ഹെർട്സ് എന്നിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോണർ X8 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ IPS ഡിസ്പ്ലേ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് HD+ ഡിസ്പ്ലേ മാത്രം കിട്ടുന്നുള്ളൂ. കുറച്ച് വ്യത്യാസം തന്നെയുണ്ട്. ഫുൾ HD ഉള്ളത് നമുക്ക് HD ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ TFTയും IPSും ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. ഇനി 83.0% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. വലിയ ബസൽസ് ഒന്നുമില്ല, താഴെ ഭാഗത്ത് മാത്രം കുറച്ചധികം ബസ്സിലുണ്ട്. ബാക്കിയൊക്കെ ഒരു ഫുൾ ഡിസ്പ്ലേ തന്നെ നമുക്ക് കിട്ടുന്നത്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടുതലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഹോണർ X8ൽ നമുക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേയിൽ അതിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ഒരു പഞ്ച് ഹോൾ വരുന്നതാണ് കുറച്ചും കൂടി ഭംഗി ഡിസ്പ്ലേക്ക്. ഈ വാട്ടർ ഡ്രോപ്പ് നോച്ചിനെക്കാട്ടും നല്ലത്. ഇനി ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ലെവലിൽ മാജിക് UIയുടെ 4.2 ആണുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫോണിൽ നമുക്ക് 12 ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിൽ നമുക്ക് 11 മാത്രമാണ് കിട്ടുന്നത്. ഇനി ഫോണിൽ ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ 480+ 5G എന്നൊരു ഒക്ടാ-കോർ പ്രൊസസ്സറാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രൊസസ്സർ തന്നെയാണ് ഈ 480+ എന്ന് പറയുന്നത്. അതുപോലെ അഡ്രിനോന്റെ 619 എന്നൊരു ഗ്രാഫിക്സ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സും ഈ ഒരു പ്രൊസസ്സറും വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. ഇപ്പോൾ ഹോണർ X8ൽ വന്നിട്ടുണ്ടായിരുന്നത് ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ 680 എന്ന് പറയുന്ന ഒരു ഒക്ടാ-കോർ പ്രൊസസ്സർ ആയിരുന്നു. ആ ഒരു പ്രൊസസ്സർ നോക്കുന്ന സമയത്ത് നമ്മൾ X8 5Gയിലുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊസസ്സർ തന്നെയാണ്. ഇനി ഫോണിൽ വരുന്നത് 6GB റാമും 128GB ഇന്റർണൽ സ്റ്റോറേജ് ആണ്. ഒരു വേരിയന്റിലാണ് ഇത് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതിന്റെ പ്രൈസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു 6GB റാം എന്നുള്ളത് നമുക്ക് +2GB റാം ടർബോ ടെക്നോളജി വരുന്നത് കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിന്റെ മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഹോണർ X7ലും X8ലും X9ലും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, റാം ടർബോ ടെക്നോളജി. ഇനി ഫോണിന്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ 4 ക്യാമറ പോലെ നമുക്ക് തോന്നിക്കെങ്കിലും ഇതിൽ 3 ക്യാമറകളും ഒരു ഫ്ലാഷ് ആണ് ഇത് വരുന്നത്. ഇതിൽ വരുന്ന ഫസ്റ്റ് ക്യാമറ 48 മെഗാപിക്സലിന്റെ f1.8 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു മെയിൻ ക്യാമറ, അതുപോലെ 2 മെഗാപിക്സലിന്റെ ഒരു മൈക്രോ ക്യാമറ, പിന്നെ 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ.
ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ ക്യാമറകൾ കിട്ടുന്നത്. ഇതിൽ നമുക്ക് അൾട്രാ വൈഡ് ക്യാമറ വരുന്നില്ല. എന്നാൽ ഇതിന് മുമ്പേ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഹോണർ X8 4 ക്യാമറ കിട്ടിയിട്ടുണ്ട്. അതും 64 മെഗാ പിക്സൽ ആയിരുന്നു മെയിൻ ക്യാമറ. പിന്നെ 5 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും കിട്ടിയിട്ടുണ്ട്. ആ ഒരു ക്യാമറ നമുക്ക് ഇതിലില്ല. അപ്പോൾ അതിൽ ക്യാമറയിൽ ചെറിയൊരു മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണാൻ പറ്റുന്ന ഓപ്ഷൻ അപ്പേച്ചർ, നൈറ്റ് മോഡ്, പോർട്രേറ്റിൽ ബ്യൂട്ടി ഓപ്ഷനിൽ എടുക്കാം. അതുപോലെ തന്നെ ബൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഫോട്ടോയിൽ നമുക്ക് ഫിൽറ്റർ മോഡ് വരുന്നുണ്ട്. ബ്യൂട്ടി ഓപ്ഷൻ ഒന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. പിന്നെ AI ഓപ്ഷനും വരുന്നുണ്ട്. വീഡിയോ ഓപ്പൺ ചെയ്താൽ ഡുവൽ വീഡിയോ ഓപ്ഷൻ വരുന്നുണ്ട്. ഒരേ സമയത്ത് സെൽഫി ക്യാമറയും റിയർ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്രോ മോഡ്, പനോരമ, HDR, ടൈം ലാപ്സ്, സ്റ്റിക്കേഴ്സ്, സൂപ്പർ മാക്രോ, ഡുവൽ വീഡിയോ, നേരത്തെ നമ്മൾ പറഞ്ഞത്, ഹൈ റൈസ്, പിന്നെ സ്റ്റോറി എന്നിങ്ങനെ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. വീഡിയോയിലും ഫോട്ടോയിലും മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്നത് 8x വരെയാണ്. ഇനി ഫോണിലെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സൽ ഒരു ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു ക്യാമറയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അപ്പോൾ ഓണർ X8 വന്നിട്ടുണ്ടായിരുന്നത് 16 മെഗാ പിക്സലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നത് 8 മെഗാ പിക്സലാണ്. അപ്പോൾ ഈ 8 മെഗാ പിക്സൽ എന്ന് പറയുന്നതും ഈ 16 മെഗാ പിക്സൽ എന്ന് പറയുന്നതും നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും ഫോട്ടോയിൽ. ഇതിലെടുക്കുന്ന ഫോട്ടോസിനൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഹോണർ X8 അത്ര ഒരു ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കാണാൻ സാധിച്ചത് ഹോണർ X8 പിന്നെ സെൽഫി ക്യാമറയിൽ ഫോട്ടോ എടുത്ത സമയത്ത് എനിക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. പക്ഷേ 2 ഫോണിലും ഫോട്ടോ എടുത്തതിന് ശേഷം ഫോട്ടോ രണ്ടും സൂം ചെയ്ത് നോക്കിയ സമയത്ത് കുറച്ചും കൂടെ പെർഫെക്ഷൻ തോന്നിയത് ഹോണർ X8 ഫോട്ടോസിനാണ്. ഇനി ഫോണിൽ വരുന്ന ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 22.5 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറും ബോക്സിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5000 mAh ബാറ്ററി നല്ലൊരു കപ്പാസിറ്റി ബാറ്ററി തന്നെയാണ്. ഓണർ X8 4000 mAh ബാറ്ററിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 5000 കിട്ടുന്നു. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 2.4 5 GHz സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിന്റെ വെർഷൻ 5.1 ആണ് വരുന്നത്. സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നിയർ ബൈ വരുന്നുണ്ട്. പിന്നെ NFC കിട്ടുന്നില്ല. ഡാർക്ക് മോഡ് അങ്ങനെ തുടങ്ങി കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം. കുറെ പേര് കമന്റൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോണറിന്റെ ഫോണുകളിലൊക്കെ ഇപ്പം ഗൂഗിൾ പ്ലേ സർവീസ് കിട്ടുന്നുണ്ടോന്ന്. ഹോണറിന്റെ ഫോണുകളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ ഫോണുകളിൽ തന്നെ നമുക്ക് ഗൂഗിളിന്റെ പ്ലേ സർവീസ് കിട്ടുന്നുണ്ട്. ഹുവാവിയുടെ ചില ഫോണുകളിൽ മാത്രമാണ് ഇത് ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി ഫോണിൽ വരുന്നത് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്കുമാണ് സെക്യൂരിറ്റി ലോക്ക് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര സ്പീഡ് ഉണ്ടെന്ന്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഫിംഗർ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഫിംഗർ സെൻസ് ആയിട്ട് വരുന്നത് കാണാം. ഇനി നമുക്ക് ഫേസ് ലോക്ക് നോക്കി നോക്കാം. അപ്പോൾ വലിയ സ്പീഡൊന്നുമില്ല ഫേസ് ലോക്ക്. കുറച്ച് ടൈം എടുത്തിട്ടാണ് ഫേസ് ലോക്ക് ഡിറ്റക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസറാണ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നത്. ഇനി നമുക്ക് ഫോണിലെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര ഉണ്ടെന്ന്. ഇപ്പൊ സൗണ്ട് കേട്ട സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും ഒരു ആവറേജ് സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിന്റെ സ്പീക്കറിൽ നിന്ന് കിട്ടുന്നുണ്ട്. വലിയൊരു ലൗഡ് സൗണ്ട് ഒന്നല്ല, എന്നാലും തരക്കേടില്ല. അപ്പൊ ഇതിൽ ഏത് ഫോൺ എടുക്കണം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷനിലാണ് ഉള്ളത്. ഓണർ X8 എടുക്കണോ അല്ലെങ്കിൽ ഓണർ X8 5G എടുക്കണോ എന്നുള്ള. അത് കാരണം രണ്ടിനും ഒരേ പ്രൈസ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വേരിയന്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. 6GB റാം, 128GB ഇന്റേണൽ സ്റ്റോറേജ്. അപ്പൊ ഇതിൽ ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്തും ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണർ X8 നിന്ന് ഓണർ X8 5G എന്താ കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രോസസ്സറിൽ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ 5G ആണ് കിട്ടുന്നത്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി, ഈ ഒരു 2 കാര്യമാണ് ഇതിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ബാക്കിയെല്ലാം കുറച്ചും കൂടെ നല്ലത് ഓണർ X8 ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു 5G ഫോൺ വേണം ഈ ഒരു പ്രൈസിന്, അതുപോലെ തന്നെ ഓണറിന്റെ ഫോണിൽ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോണാണിത്. അപ്പോൾ ഇത്രയും പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് വേറെയും ഒരുപാട് ബ്രാൻഡിൽ 5G ഫോണും അതുപോലെ കുറച്ചും കൂടെ ഫീച്ചേഴ്സുകളുള്ള ഫോണുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് AMOLED ഡിസ്പ്ലേയും പഞ്ച് ഹോൾ ഡിസ്പ്ലേയും അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും
ഇതിലും കുറച്ചും കൂടെ പ്രൊസസ്സറൊക്കെ ഉള്ള ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസിന് അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ വേറെയും ബ്രാൻഡിലൊക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോണറിന്റെ ഫോണും ഹുവാവിയുടെ ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഒരുപാട് ലോങ് ലൈഫ് കിട്ടുന്ന ഫോണുകളാണ്. അപ്പോൾ എനിക്ക് ഈ 2 ഫോൺ എടുക്കുന്നതും സെയിം ആയിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഹോണർ X8 5G എന്ന മോഡലിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് ടെക് വീഡിയോസും കുറേ ഫിഷിംഗ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ കൂടി വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ഓൺ ആക്കി വെക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.